വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1873 ജനുവരി 2-ാം തീയതി അലൻസോണിലാണ് ത്രേസ്യ ജനിച്ചത്. പിതാവ് ലൂയി മാർട്ടിൻ സമ്പന്നനായ ഒരു പട്ടുവ്യാപാരിയായിരുന്നു. അമ്മ സെലിഗ്വിൻ. ത്രേസ്യയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. താമസിയാതെ ലൂയി മാർട്ടിൻ മക്കളോടൊപ്പം ലിസ്യൂവിലേക്ക് താമസം മാറ്റി. കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയിലെ ബാല്യകാല സ്മരണകളിലധികവും ലിസ്യു പട്ടണത്തെ ചുറ്റിപ്പറ്റിയുള്ളവയാണ്. 10 വയസ്സുള്ളപ്പോൾ ത്രേസ്യയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 1 മാസത്തോളം ആ അവസ്ഥയിൽ തുടർന്നു. 1883 മെയ് 13-ാം തീയതി പരിശുദ്ധ മാതാവ് അവൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി. ത്രേസ്യയുടെ ജീവിതകാലം മുഴുവൻ ഈ സംഭവം സ്വാധീനം ചെലുത്തി. ത്രേസ്യയുടെ സാധാരണവും ആധ്യാത്മികവുമായ ജീവിതങ്ങളിൽ ഈശോയ്ക്ക് വളരെ സമുന്നതമായ സ്ഥാനമുണ്ടായിരുന്നു. അവളുടെ എഴുത്തുകളിലെ ഓരോ പേജിലും ഈശോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ ദിവ്യകാരുണ്യത്തെപ്പറ്റി അവൾ പ്രസ്താവിക്കുന്നത് ശ്രദ്ധേയമാണ്. വളരെ നീണ്ട കാലത്തേക്ക് ഞാനും ഈശോയും പരസ്പരം അറിയുമായിരുന്നു. പക്ഷേ എന്റെ ദിവ്യകാരുണ്യ സ്വീകരണ ദിനം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഉരുകിച്ചേരൽ നടന്നു. പിന്നീട് ഞങ്ങൾ രണ്ടായിരുന്നില്ല. ത്രേസ്യ അപ്രത്യക്ഷയായി. ഈശോ മാത്രം നിലനിന്നു. വീണ്ടും അവൾ പറയുന്നു, എന്റെ യുവത്വത്തിന്റെ ഹൃദയം പ്രഭാപൂരിതമായപ്പോൾ, ആ ജ്വാലയെ സ്നേഹമെന്ന് വിളിച്ചപ്പോൾ, ഓ ഈശോ, നീ വന്നു അതിനെ സ്വന്തമാക്കാൻ. ഓ നാഥ, നിനക്ക് മാത്രമേ എന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ സാധിക്കൂ. കാരണം നിന്നെ സീമകളില്ലാതെ സ്നേഹിക്കുക എന്ന ആവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. ദിവ്യകാരുണ്യമാകുന്ന ദേവദാരുവിൽ ചുറ്റിപ്പടരേണ്ട ഒരു ലതയാണ് ഞാനെന്ന് ഒരിക്കൽ ത്രേസ്യ പറയുകയുണ്ടായി. ഈശോയോട് അനുരൂപരാകാൻ ഈശോയുടെ പരിശുദ്ധ ശരീരത്തെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതിനേക്കാൾ മേന്മയേറിയ മാർഗമില്ലെന്ന് കൊച്ചു ത്രേസ്യ നന്നായി അറിഞ്ഞിരുന്നു. 1889 കൊച്ചു ത്രേസ്യ കർമ്മല മഠത്തിൽ പ്രവേശിച്ച് സഭാവസ്ത്രം സ്വീകരിച്ചു. 1890 സെപ്റ്റംബർ 8-ാം തീയതി പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1893 നവസന്യാസിനികളുടെ പരിശീലനത്തിൽ നിയുക്തയായി. കുറെ നാൾ ആ ജോലി ഭംഗിയായി നിർവഹിച്ചു. ദിവ്യകാരുണ്യനാഥനോട് ആലോചന ചോദിച്ചാണ് അവൾ നവസന്യാസിനികൾക്ക് ഉപദേശം നൽകിയിരുന്നത്. എല്ലാ വിജ്ഞാനവും ഈശോയിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നതെന്ന് നവസന്യാസിനികളോട് ത്രേസ്യ പറഞ്ഞിരുന്നു. അവസാന കാലത്ത് ക്ഷയരോഗം പിടിപെട്ട ത്രേസ്യ സ്നേഹത്തിന്റെ രക്തസാക്ഷിണിയായിരുന്നു. ദിവ്യ മണവാളനായ ഈശോയെപ്പോലെ ക്രൂശിക്കപ്പെടാൻ അവൾ ആശിച്ചു. 24 വർഷം മാത്രം നീണ്ടുനിന്ന ജീവിതത്തിന്റെ അന്ത്യഘട്ടം സഹനപൂർണമായിരുന്നു. സ്നേഹിച്ചു മരിച്ച ഈശോയെ സ്നേഹിക്കുകയെന്ന ലക്ഷ്യമായിരുന്നു വിശുദ്ധയുടെ ജീവിതം. 1897 സെപ്റ്റംബർ 30-ാം തീയതി ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ത്രേസ്യ സ്നേഹനാഥനോട് നിത്യമായി ഒന്നുചേരുവാൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ഒരു ആഗോള മിഷണറിയാകുവാൻ ആഗ്രഹിച്ച ത്രേസ്യയെ 1928 11-ാം പിയൂസ് പാപ്പ മിഷൻ മധ്യസ്ഥയായി അംഗീകരിച്ചു. 1997 സഭ പ്രബോധക എന്ന സ്ഥാനം ജോൺ പോൾ 2-ാമൻ പാപ്പ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് നൽകി.